മാൻ ഇസ് നത്തിങ് ബട്ട് ഹിസ് സർക്കംസ്റ്റാൻസസ് എന്നുള്ളൊരു ബേസിക് ലൈൻ എനിക്കെപ്പോഴും പാരഡൈസ് എല്ലാ ക്യാരക്ടറും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അവർ കടന്നു പോകുന്ന സന്ദർഭങ്ങൾ അവരെ എത്രത്തോളം മാറ്റുന്നു, അവരുടെ ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ എത്രത്തോളം മാറ്റുന്നു എന്നുള്ളത് ഭയങ്കര രസമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. I really enjoyed this exploration of the unsaid things, or like getting to communicate the things that she wasn't saying. അതിലായിരുന്നു എൻ്റെ ട്രിപ്പ് ആക്ച്വലി ഇതിൽ. ഇന്നത്തെ നമ്മുടെ റിയാലിറ്റിയിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു കഥ ഒരു ലാംഗ്വേജ് കൊണ്ട് മാത്രം റെസ്ട്രിക്റ്റ് ആവേണ്ട ആവശ്യമില്ല. നമ്മളാരും ലൈഫ് മൊത്തം ഒരൊറ്റ ഭാഷ ഉപയോഗിച്ച് ജീവിച്ച് തീർക്കുന്നവരല്ല. ഇപ്പോൾ കൊച്ചി പോലത്തെ സിറ്റിയിൽ ഞാൻ താമസിക്കുന്ന എൻ്റെ അമ്മയും അപ്പനും ഒക്കെ ചങ്ങനാശ്ശേരിയിലാണ്. അവർ പോലും മലയാളം മാത്രം ഉപയോഗിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റില്ല ചങ്ങനാശ്ശേരിയിൽ. ഇപ്പോൾ ഷോട്ട് കഴിഞ്ഞോണ്ട് ഇവൻ വന്നപ്പോൾ ഐ വാസ് ലൈക്ക്, എനിക്ക് തോന്നുന്നു ആ ഷോട്ട് കുറച്ച് ഓവറായിരുന്നു. എനിക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും തോന്നുന്നെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് ക്രോസ് ചെയ്തിട്ട് ഏതാ അപ്പോൾ അല്ല ഇപ്പം ചെയ്ത ഷോട്ട് ഇതിൽ അത് കുറച്ച് ബോറായിരുന്നു. ഈ ഷോട്ട് കഴിഞ്ഞിട്ട് ഇപ്പം പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ മറ്റേ ഇത്രയും കൊല്ലം മുമ്പ് ചെന്നൈയിൽ ഏതോ സ്റ്റേജിൽ കണ്ട ആക്ടർ ഹു ഐ തോട്ട് വാസ് അന്ന് അടിപൊളി ആക്ടർ ആണല്ലോ എന്ന് വിചാരിച്ച് ലേറ്റർ ഷീസ് ബിക്കം ഫ്രണ്ട് ആൻഡ് ഷീ സ്റ്റേഡ് എ ഫ്രണ്ട് ഫോർ ദിസ് ലോങ്. അങ്ങനെ ഒരാൾ പെർഫോം ചെയ്യുന്ന ഒരു സീനിൽ ഒരു തിയേറ്റർ മൊത്തം ഇറപ്റ്റ് ചെയ്യുന്നത് കാണുന്നതിനകത്തൊരു മാജിക് ഉണ്ട്. ആൻഡ് സം പവർ ടു ദാറ്റ്. Right before the screening, I hadn't watched the film. So he said, "So you're watching the film for the first time?" So I said, "Yes, sir." And then he said, "You surprised me every day of shoot. Now it's my turn to surprise you." ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു ദ ഷോ. ഇന്ന് നമ്മൾ ഇൻ ഫോക്കസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിനിമ പാരഡൈസ് ആണ്. ആൻഡ് വി ഹാവ് നൺ അതർ ദാൻ the lovely, gorgeous Darshana and the handsome Roshan with us. And I'm so excited. Thank you, sir. Thank you for being so excited. അല്ല, കാരണം ഞാൻ ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൻ്റെ കാരണം പറയാം. ഒരു ഡിസ്ക്ലെയിമർ ആണ് തുടക്കത്തിൽ തന്നെ. ആൻഡ് എനിക്ക് സ്പോയിലേഴ്സ് ഒന്നും ഞാൻ ചെയ്യാൻ പാടില്ല. അത് കോൺഷ്യസ്ലി ഞാൻ എഫേർട്ട് എടുക്കണം. കാരണം ഞാൻ ഈ സിനിമ ഞാൻ കണ്ടു. And I can't tell you how hard I've been hit by this movie. It's a spectacular movie and therefore I'm excited. Thank you. കാരണം ഇപ്പോഴും ആ സിനിമയിലെ ചില സീനുകൾ എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാപ്പൻ. കാരണം ഞാൻ അതൊരു തിയേറ്ററിലല്ല കണ്ടത്. എന്നിട്ട് തന്നെ ഇത്രയും എനിക്കൊരു ഇമ്പാക്റ്റ് ആണെങ്കിൽ അതൊരു തിയേറ്ററിൽ എന്തായിരിക്കും എനിക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ മലയാളികൾക്കൊക്കെ നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ആൻഡ് സോ ഐ എം വെരി വെരി proud, happy and honored to be a part of this journey in some capacity. Sweet. Thank you so much. That's so nice to hear. It's the best to do interviews when the film's already been watched. Yeah. And when you ഇത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ that's just like happy. പാരഡൈസ് എന്നാണല്ലോ സിനിമയുടെ ടൈറ്റിൽ. ശ്രീലങ്ക സ്റ്റാൻഡ്സ് ഫോർ പാരഡൈസ്. ശ്രീലങ്കയ്ക്ക് പാരഡൈസ് എന്നൊരു പേരും കൂടി ഉണ്ടെന്ന് ഞാൻ എവിടെയോ വായിച്ചു. How true is that? It is, I think I've heard of or I've read of. എനിക്ക് സൗണ്ട്സ് എൻറ്റയർലി പോസിബിൾ ടു മീ. ആ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പാരഡൈസ് എന്നുള്ള പേരൊക്കെ അതിന് ചേരും. ഞാൻ ഫസ്റ്റ് സൈറ്റിൽ ജസ്റ്റ് കാണുക എന്ന് മാത്രം, മനസ്സിലാക്കുകയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഐ വുഡ് ഫീൽ ലൈക്ക് ഐ കോൾ ദാറ്റ് പ്ലേസ് പാരഡൈസ്. അത് തപ്പി തന്നെയാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് അങ്ങോട്ട് പോകുന്നത് സിനിമയിൽ. ഭയങ്കര ഒരു അതിശയമാണ് ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ഒരു USP എന്ന് പറയുന്നത് ഇത്രയും അധികം ടാലൻറ്റ് ഒന്നിച്ച് വന്ന ഒരു സിനിമയാണ്. ആൻഡ് ഇഫ് ഐ സ്റ്റാർട്ട് വിത്ത് ദ ഡയറക്ടർ പ്രസന്ന വിഥാനഗെ, അദ്ദേഹത്തെക്കുറിച്ച് വളരെയധികം വേൾഡ് ഓവർ ഒരു ക്യൂരിയോസിറ്റിയും അപ്രിസിയേഷനും ഉള്ള ഒരു ഡയറക്ടറാണ്. ശ്രീലങ്കൻ ഡയറക്ടറാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര യുണീക്കാണ്. ഒന്ന് പറയാം, ഹൗ ഇസ് ദാറ്റ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് എ ഡയറക്ടർ ഇൻ മലയാളം? പക്ഷെ അദ്ദേഹം മലയാളിയല്ല, ശ്രീലങ്കക്കാരനാണ്. അതിനെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യും. Such a great feeling, just to have ഈ ബൗണ്ടറീസ് ഒന്നും ഇല്ല. നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടി ഒന്നാണ്, ലെറ്റ്സ് ഓൾ മീറ്റ് ടുഗെദർ ആൻഡ് മേക്ക് സംതിങ് ദറ്റ് വി ഓൾ ലൈക്ക് എന്നുള്ളത്. This is, I think, my first time with, probably our first time with something like this with, another country, two countries coming together. So we had cast and crew from Sri Lanka. We had Rajiv Atten and both of us and Rajiv Atten's team, Shrikar sir, K, all of us from here. So it was just such a nice merger, right? Like it's like one thing of the dreams. And all of these names are people like, that are on all of our lists. So just for all of that to come together. And Prasanna sir is just incredible to work with. ഭയങ്കര രസമാണ്. ഭയങ്കര ഒരു കൈൻഡ്, ക്ലിയർ, ഇറ്റ്സ് എ വെരി ആർട്ടിക്കുലറ്റ് തോട്ടും എല്ലാം
അന്ന് നമ്മൾ പോകുന്ന റൂട്ടിലേക്ക് ഹീൽ ലെറ്റ് യു ഫ്ലൈ ആൻഡ് ഹീൽ ലൈക്ക് കം ബാക്ക് ആൻഡ് ലൈക്ക് ബാക്ക് യു അപ്പ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഭയങ്കര ഇറ്റ് വാസ് എ വെരി ഫ്രൂട്ട്ഫുൾ, വെരി എന്താ പറയുക മീനിങ് ഫുൾ പ്രോജക്റ്റ് ഫോർ മീ. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പ്രോസസ്സ് എന്താണ് അദ്ദേഹത്തിൻ്റെ? നേരത്തെ സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻസോ വർക്ക്ഷോപ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് അങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഓർ ഓൺ ദ സ്പോട്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് സ്പേസ്? ഐ ബിലീവ് ദർ ഇസ് എ ലോട്ട് ഓഫ് ഇംപ്രൊവൈസേഷൻ. അതിനുള്ള സ്പേസ് We both also personally had very different equations with him, working with him. കോൺവെർസേഷൻസ് ഒരുപാടുണ്ട്. എല്ലാം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിന് മുമ്പ്. അതിന് മുമ്പ് സാറിന് എത്ര സമയം വേണമെങ്കിലും സാർ തരും നമുക്ക്. എത്ര അധികം ഡിസ്കസ് ചെയ്യണോ, എത്ര കാർഡ് കയറി സംസാരിക്കണോ, എല്ലാത്തിനും ഭയങ്കര ഓപ്പൺ ആണ്. ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കാര്യമായ കോൺവെർസേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ തിങ്ക് മേ ബി ഫസ്റ്റ് ഡേ മാത്രമാണ് കുറച്ചെന്തെങ്കിലുമൊക്കെ, ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചെന്തെങ്കിലുമൊക്കെ ഒരു ഷോട്ടിന് മുമ്പ് ഒരു ബ്രീഫിംഗ് ഒക്കെ ഉണ്ടായത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അത് ഉണ്ടായിരുന്നില്ല. അത് ഓക്കെ അവർ ചെയ്യട്ടെ, ആൻഡ് യുനോ പ്രസന്ന സർ അത് എടുത്തിട്ട് ഹീസ് മേക്കിംഗ് ഹിസ് ഫിലിം എന്നുള്ളൊരു പരിപാടിയിലാണ് പോകുന്നത്. ആൻഡ് കോൺവെർസേഷൻസ് സത്യമാ സോ ഇല്ലുമിനേറ്റിംഗ്. അത് ഞാൻ ആദ്യം ഇപ്പോൾ പ്രസന്ന സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ് ചോദിച്ചപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇത് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഹീ ടേക്സ് ഹിസ് ടൈം വിത്ത് ഹിസ് പ്രോജക്ട്സ്. ഈച്ച് പ്രോജക്റ്റ് ടേക്സ് റിയലി ലോങ്. ആദ്യം നാടകങ്ങളാണ് സാർ ചെയ്തു തുടങ്ങിയത്. ആൻഡ് നൗ ഹീസ് റീച്ച്ഡ് എ പോയിന്റ് സാറിൻ്റെ വർക്കിൽ വേർ ലൈക്ക് ഒരു സർട്ടൻ കൈൻഡ് ഓഫ് സിംപ്ലിസിറ്റി, ഒരു മിനിമലിസം സാർ അറ്റൈൻ ചെയ്തിട്ടുണ്ട്. പടം കണ്ടു കഴിയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാം. അപ്പോൾ ആ ഏറ്റവും ഒരു സാധനത്തിൻ്റെ എസെൻസിലേക്ക് കറക്റ്റായിട്ട് ഫോക്കസ് കൊണ്ടുവരാനുള്ള ഒരു സ്കിൽ എങ്ങനെയോ സാർ മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കുമ്പോഴും അതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു കാര്യം അത് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഏറ്റവും കോർ ക്രിസ്റ്റലൈസ്ഡ് ഐഡിയയിലേക്ക് സാർ കൊണ്ടുവരും. അപ്പോൾ ഈ സംസാരത്തിൻ്റെ സമയത്ത് മൊത്തം എനിക്ക് തോന്നിയതൊക്കെ ഈ സംസാരിച്ച് വരുന്നതൊക്കെ നല്ല രസമുണ്ട്, ഇതെങ്ങനെ സ്ക്രീനിലേക്ക് ട്രാൻസ്ലേറ്റ് ആവുമെന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കൊരു ധാരണയില്ല. കാരണം സീനിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തിൽ തുടങ്ങിയ സംസാരം വേറെ എവിടെയോ എത്തി. ഇത് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും എന്നുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നു ബേസിക്കലി എനിക്ക് പടം ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റ് തന്നെ. ഈ സിനിമയുടെ പ്ലോട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എസെൻഷ്യലി ഒരു ഇൻറ്റിമേറ്റ് സ്പേസ് ആണ്. ഒരു ഭാര്യയും ഭർത്താവും 5th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രീലങ്കയിൽ പോകുന്നു. പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളാണ്. ആൻഡ് ഇറ്റ്സ് എ മൾട്ടി ഡയമെൻഷണൽ തിങ്. അതിപ്പം ഒരു കാര്യം സിനിമ കണ്ടുകൊണ്ട് എനിക്ക് പറയാം, പക്ഷേ ജസ്റ്റ് ഗിവിങ് എ ബ്രീഫ് ഗ്ലിംസ് ഫോർ അവർ വ്യൂവേഴ്സ്. കാരണം അതിനകത്ത് ഭാര്യയും ഭർത്താവിൻ്റെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മാത്രമല്ല, പ്രകൃതിയെക്കുറിച്ച്, അവിടുത്തെ പൊളിറ്റിക്സിനെ കുറിച്ച്, പിന്നെ അതുമാത്രമല്ല ഈ പവർ ഡൈനാമിക്സും പ്രിവിലേജിൻ്റെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ മാറുന്നു ഓവർ എ പീരിയഡ് ഓഫ് ടൈം ബിക്കോസ് ഓഫ് ഓൾ ദീസ്. ഇറ്റ് ഈസ് മൾട്ടി ലെയർഡ്. ശരിക്കും എനിക്കത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. മാൻ ഇസ് നത്തിങ് ബട്ട് ഹിസ് സർക്കംസ്റ്റാൻസസ് എന്നുള്ളൊരു ബേസിക് ലൈൻ എനിക്കെപ്പോഴും എല്ലാ ക്യാരക്ടറും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അവർ കടന്നു പോകുന്ന സന്ദർഭങ്ങൾ അവരെ എത്രത്തോളം മാറ്റുന്നു, അവരുടെ ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ എത്രത്തോളം മാറ്റുന്നു എന്നുള്ളത് ഭയങ്കര രസമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കും കുറച്ച് ദൂരെ നമ്മൾ വാർത്തകളിൽ വായിക്കുന്ന ഇതിപ്പോൾ ലൈക്ക് ഡിസ്റ്റർബിങ് ന്യൂസ്, ക്രൂവൽ തിങ്സ് ദാറ്റ് വി റീഡ് അബൌട്ട് എല്ലാം നമുക്ക് ഡേറ്റ ആയിട്ട് കാണുമ്പോൾ ഒരാളിങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ആളെ നമ്മളിൽ നിന്ന് ഭയങ്കരമായിട്ട് അകറ്റുകയാണ്. ഞാനതല്ല, ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് യുനോ. അപ്പം അങ്ങനത്തെ ഒരു സർക്കംസ്റ്റാൻസിലേക്ക് ഇഫ് യു ആർ ത്രോൺ ഇൻ ടു നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത്. സോ ദാറ്റ്സ് ദ തിങ് ദാറ്റ് സർ ഇസ് എക്സ്പ്ലോറിങ് and he's using this backdrop of whatever is happening in Sri Lanka so beautifully for that. And he's also, exploring his politics and sending out a message. നിങ്ങൾ രണ്ടുപേരുടെ ക്യാരക്ടേഴ്സിനുള്ള ബ്രീഫ് എന്തായിരുന്നു? ആൻഡ് ഇതിലെ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു ദർശന? ബിക്കോസ് ദർശനയുടെ ക്യാരക്ടർ ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഒരു ഫ്രീ സ്പിരിറ്റ് ആണ്. പക്ഷേ ഐ എം ഷുവർ ദർ വർ അണ്ടർലൈങ് ലേയേഴ്സ് ദാറ്റ് യു ഹാഡ് ടു ടാപ്പ് ഇൻ ടു. എന്തായിരുന്നു? For one, he's told me very little. I think വായിച്ചിട്ട് ഒരു ഇനിഷ്യൽ കോൺവെർസേഷൻ, ഐ തിങ്ക് ദേ സ്പെൻഡ് സം ടൈം. ഐ എം ഓൾസോ സംബഡി ഹൂ അങ്ങനെ അതിന് മുമ്പ് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഐ ഗോ ദേ, ഐ എം പ്രെപ്ഡ് വിത്ത് ദ സ്ക്രിപ്റ്റ്, ഐ നോ മൈ സ്ക്രിപ്റ്റ് വെൽ. പിന്നെ അവിടെ പോയിട്ടുള്ള എക്സ്പ്ലോറേഷനിലാണ് ഞാൻ മോസ്റ്റ്ലി ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് വരാറുള്ളൂ. സോ ഐ എം ഓൾവേസ് ഫീലിംഗ് ലൈക്ക് ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് prepped. But with him, I think for the initial few discussions, it was just okay, we are on the same page with the idea of this character എന്നുള്ളതിലായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് ഓണസ്റ്റ്ലി തോന്നിയത് was the fact that like you said, on the surface there's very little. She's not saying too much. She's not like
വോക്കൽ ഓർ അഗ്രസീവ് അല്ലെങ്കിൽ കുറേ സംഭവങ്ങൾ നടക്കുന്നതിൽ ഷീ ഹാസ് എ ക്ലിയർ ഒപ്പീനിയൻ, ഷീ ഈസ് ബീങ് മൂവ്ഡ് ബൈ ഓൾ ഓഫ് ദീസ് തിങ്സ്. പക്ഷെ പറയുന്നത് കുറവാണ്, ഓർ ഒരു റിയാക്ഷൻ ഇസ് backed by 5 other things that have happened before. അതിനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു കാര്യത്തിന് ഉറക്കെ പറയും അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ട് ചെയ്യും. അപ്പോൾ ആ ഒരെണ്ണം പറയുമ്പോൾ the weight of all those events has to be there when I'm performing it. Or you're seeing like we were just discussing before about like ഈ ബ്ലോഗ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് and he passes a remark about why aren't you writing your novel. She has an opinion about it, but she's just letting it pass. It's a battle she's not deciding to pick at the moment. She's enjoying this thing and she's doing it with all her heart. She doesn't care what he thinks. So I feel like I really enjoyed this exploration of the unsaid things, or like getting to communicate the things that she wasn't saying. അതിലായിരുന്നു എൻ്റെ ട്രിപ്പ് ആക്ച്വലി ഇതിൽ. പിന്നെ സാറ് സിനിമ തുടങ്ങി ഒരു ട്രാക്കിലേക്ക് വീണു എന്ന് അറിഞ്ഞ പിന്നെ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. സോ മോസ്റ്റ് ഓഫൻ ഹീൽ ബി ലൈക്ക്, ഐ വിൽ ഗോ ടു ഹിം ബിഫോർ എ സീൻ ആൻഡ് ഹീൽ സേ, യെസ്റ്റർഡേ യു സർപ്രൈസ്ഡ് മീ, today also I want you to surprise me. So every day I used to hear that often. And then Busanlu, when right before the screening, I hadn't watched the film, so he said, so you're watching the film for the first time? So I said, yes sir. And then he said, you surprised me every day of shoot, now it's my turn to surprise you. And it was really cute. And after that he looked at me, so I said, yes sir, surprised for sure. So it was a very minimal but very supportive, very ഈ പറഞ്ഞ പോലെ ഞാൻ ഉദ്ദേശിച്ച റൂട്ടിൽ കൂടി ഒന്നും അല്ല പലപ്പോഴും പോയെന്ന് ഐ റിയലൈസ്ഡ് ആഫ്റ്റർ ഡിസ്കഷൻസ് ലേറ്റർ, ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഒക്കെ കേട്ടിട്ട്. ബട്ട് ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഹി സെലിബ്രേറ്റഡ് ഈച്ച് പാത്ത് ഐ വാസ് ടേക്കിംഗ് ആൻഡ് ഹി വാസ് കമ്മിങ് വിത്ത് മീ വിത്ത് ദാറ്റ്. സോ ഇറ്റ് വാസ് ഗ്രേറ്റ്. ആൻഡ് പല കാര്യങ്ങളും നമ്മളിങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടല്ല, ലൈക്ക് വി വർ ടോക്കിംഗ് അബൌട്ട് ചില ഇൻറ്റൻഷൻസ് അല്ലെങ്കിൽ ചില വാട്ട് ഇസ് ഷീ തിങ്കിങ് എന്നുള്ളത് എന്നോട് ഇതിലേക്ക് എങ്ങനെ അറൈവ് ചെയ്തു എന്നുള്ള ആ പാത്തൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഹി ഗിവ്സ് യു ദാറ്റ് സെൻസ് ഓഫ് യു ഹാവ് ദ ബ്രെയിൻസ് ടു ഫിഗർ ദിസ് ഔട്ട്, സോ യു വിൽ. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ഫിഗർ ഔട്ട് ചെയ്ത് അവിടേക്ക് എത്തും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഇക്വേഷൻ ആയിരുന്നു, വിച്ച് വാസ് വെരി ലിബറേറ്റിംഗ്, വെരി എംപവറിംഗ്, very challenging. Yeah, and very challenging. And that's the best part, because you had to keep working. It wasn't an easy shoot at all. Although it looked like, even for me, when you watch the thing, I know that it looks like something that's, easy as a character, but I know that for me it was really, really difficult. And you're with this magician also. Yes, exactly. Everyone around me are magicians. It's such a nuanced performance he has given, Darshana. And ആ ഒരു ഗ്രേ ഉണ്ടല്ലോ, ആൻഡ് ഇറ്റ് ഹിറ്റ്സ് യു ഹാർഡ്, എസ്പെഷ്യലി ആ ഒരു നിമിഷം ഇൻ ദ പോലീസ് സ്റ്റേഷൻ. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, യുനോ ആ ഒരു മൂമെൻറ്റിൽ ദാറ്റ് ലൈ, ഇറ്റ്സ് സോ പ്രൊഫൗണ്ട്. ആൻഡ് ഇതിൽ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ നമ്മളും അങ്ങനെ തന്നെ പ്രതികരിക്കും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഫൈൻ ലൈൻ ആയിരുന്നു റോഷൻ. വാട്ട് വാസ് ഇറ്റ് ലൈക്ക് ദാറ്റ്? ഒരാളെ ജഡ്ജ് ചെയ്യാതെ അയാളെ മനസ്സിലാക്കുക, അയാളുടെ സാഹചര്യം കാരണമാണ് അയാൾ ഇങ്ങനെ പെരുമാറുന്നതെന്നോ അല്ലെങ്കിൽ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നതെന്നോ ഈ ഒരു കാര്യം പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസമാണ് അത് എക്സ്പ്ലോർ ചെയ്യാൻ. ബുദ്ധിമുട്ടുമാണ് അത് എക്സ്പ്ലോർ ചെയ്യാൻ. ചിലപ്പോൾ നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ധാരണയൊക്കെ ഉണ്ടാവും. ഞാൻ ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഞാൻ മോറലി ഭയങ്കര ജസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, എൻ്റെ പോളിറ്റിക്സ് ഒക്കെ ശരിയാണ് എന്നൊക്കെ ധാരണ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്ത് കളയും. വി ഹാവ് ടു ബി എ ലിറ്റിൽ മോർ വൾണറബിൾ. ആൻഡ് അതാണ് പ്രശ്നം സർ ത്രൂ ഔട്ട്. ഇപ്പോൾ കേശവനെ പറ്റിയുള്ള ബ്രീഫ് എന്ന് പറയുന്നത് ശരിക്കും അതായിരുന്നു. ഹി വാസ് പുഷിങ് മീ ടു ബി മോർ ആൻഡ് മോർ ഓപ്പൺ, to bring Keshav closer to me or to find a Keshav within me, and equally അത് റെസിപ്രോക്കേറ്റ് ചെയ്യും. സാറിൻ്റെ സൈഡിൽ നിന്നും ഹീ ഈസ് വെരി ഓപ്പൺ. ഹി ഓൾമോസ്റ്റ് മെയ്ഡ് മീ ബിലീവ് ദാറ്റ് ഈ കേശവ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പാത്തിലൂടെ എന്നെക്കാളും കുറച്ച് മുമ്പ് കടന്നുപോയ ഒരാളാണ് സാർ. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത്. സോ ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ടെൽ മീ ആൻഡ് ഐ വിൽ ടെൽ യു. ആ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ. അതിൽ അപ്പോൾ ഐ എം വെരി ഗ്ലാഡ് ദറ്റ് യു ബ്രോട്ട് അപ്പ് ദ പോലീസ് സ്റ്റേഷൻ മൊമെൻറ്റ്. കാരണം എനിക്ക് കേശവിൻ്റെ ഒരു ഡിഫൈനിങ് മൊമെൻറ്റ് അത് തന്നെയാണ്.
And it's so beautiful. Like the first time I watched it at Busan, I mean, I don't even tell him because he doesn't accept my compliments. But when I saw it, I was just really felt like that was such a magic moment in the performance. It was so weighted, like it was heavy with so many things, and it was all clear to me. Thought ellam kandu. നമ്മൾ ഭയങ്കര സെൽഫിഷ് ആയിട്ടൊരു കാര്യം ചെയ്യുന്നതും ഒരു തീരുമാനം എടുക്കുന്നതും ഒക്കെ പല മൊമെന്റ്സിലും ഇൻകൺസിഡറേറ്റ് ആണ്. അതിന് ഭയങ്കര ഫാക്ച്വലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻകൺസിഡറേറ്റാണ്, വേറെ ആരെ പറ്റിയിട്ടും ആലോചിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെൻ മൈ ഹോൾ ലൈഫ് ഇസ് അറ്റ് സ്റ്റേക്ക്, എനിക്ക് ചിലപ്പോൾ വേറെ ആരെ പറ്റി ആലോചിക്കാൻ പറ്റില്ല, ബാക്കിയെല്ലാം ബ്ലാക്ക്ഡ് ഔട്ട് ആയിരിക്കും. അത് ക്രാക്ക് ചെയ്യണമായിരുന്നു അവിടെ. ഇതെന്നെ പെട്ടെന്ന് മനസ്സിലോടി എത്തിയ കാര്യമാണ്. ഞാൻ ഇന്നലെ വൈകിട്ട് കാറിൽ തിരിച്ച് വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവന് ഈ സ്വഭാവമുണ്ട്, ഞാൻ എന്തെങ്കിലും ഫോണിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്തി നോക്കും. അപ്പോൾ അവൻ്റെ മുഴുവൻ ഞാൻ കാണിച്ചില്ലായിരുന്നു, അവൻ ആ അവസാനത്തെ ഭാഗം മാത്രമാണ് കണ്ടത്. എന്നിട്ട് ആ അവസാനത്തെ ഭാഗത്തെക്കുറിച്ച് അവൻ ആ ഡിസ്കഷൻ ചെയ്തു എന്നുള്ളത്, എന്തുകൊണ്ട് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തു, അവളുടെ മനസ്സിൽ എന്തായിരിക്കും. അപ്പോൾ ഒരു 12 വയസ്സുള്ളൊരു കുട്ടിയുടെ മനസ്സിൽ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ വെറുതെ പറയാനല്ല കേട്ടോ, ഇത് ഇന്നലെ രാത്രി നടന്ന സംഭവമാണ്. അതിന് അവൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു, അവരെന്തിനാണ് അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് അവരിങ്ങനെ റിയാക്ട് ചെയ്തത്. അത്രത്തോളം ക്യൂരിയോസിറ്റി ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഇവോക്ക് ചെയ്യുന്നുണ്ട്. അതിനൊരു ഉത്തരം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുമില്ല. സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദിസ് മൂവി. I think that's one of the things when I watched it also, എനിക്ക് തോന്നിയത് എല്ലാ ക്യാരക്ടേഴ്സിനെ നമ്മൾ അവരെന്തുകൊണ്ട് അത് like with all the good and the bad, you're trying to look for their reasons, and this movie is taking you in a way that it's a compassionate look at all of these characters. അപ്പോൾ ഈ മോശം പറയുന്നതും അല്ലെങ്കിൽ മോശം ചെയ്യുന്നതും എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് നമ്മളെ കൊണ്ട് ആലോചിപ്പിക്കുന്നു. നമ്മൾ അതിൽ like ഇൻവെസ്റ്റഡ് ആവുന്നു, and you're also looking at, would I do that, I mean if I was in that position, no I wouldn't do it, maybe I would, how do I know, അങ്ങനത്തെ ഒരു തോട്ടിലേക്ക് പോകുന്നു is I think the success of the film for me. ആൻഡ് ഇതിനകത്തെ 2 ക്യാരക്ടേഴ്സ് എക്സെംപ്ലറി, 2 പേരും ശ്രീലങ്കൻ ആക്ടേഴ്സാണ്. ശ്യാം ഫെർണാണ്ടോ ആൻഡ് മഹീന്ദ്ര പെരേര. എനിക്ക് 2 പേരെയും ലൈക്ക് കണ്ണെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവരുടെ പെർഫോമൻസ്. ഇപ്പോൾ സർജൻ ബാൻഡേര, ദാറ്റ് ഈസ് മിസ്റ്റർ പെരേര, അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സമയത്ത് സിമ്പതി തോന്നും, അതേ സമയത്ത് നമുക്ക് വെറുപ്പ് തോന്നും. ആൻഡ് ആൻഡ്രൂ, ദാറ്റ് വാസ് പെർഫോം ബൈ ശ്യാമിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെയോ കണ്ട് പരിചയമുള്ള ഒരു ഫേസ് ആണ്. ആൻഡ് ഐ ബിലീവ് he acted in Maniratnam's movie. He acted in Ponniyin Selvan. പക്ഷേ I think there's also something so relatable about what Shyam sir does that അദ്ദേഹത്തെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് പരിചയമുള്ള ഒരാളെ പോലെ തോന്നും. അങ്ങനത്തെ ഒരാളാണ്. He is so warm, he is so welcoming, you feel like you know this person when you meet him. What did you learn from this collaboration with these actors from കൾച്ചറൽ, സോഷ്യോ പൊളിറ്റിക്കൽ എല്ലാ രീതിയിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ആക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതൊരു വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലേ? വാട്ട് ഈസ് ഇറ്റ് ലൈക്ക് ഫോർ യു? വൺ ടേക്ക് അവേ ഫ്രം ദിസ് brief spell of time that you have spent with them. I have many. See, രണ്ടുപേരും basically the beauty of it is രണ്ടുപേരും ഭയങ്കര ഓപ്പോസിറ്റ് അപ്രോച്ചസ് ഉള്ള ആൾക്കാരാണ്. ദിസ് ഈസ് ഫുള്ളി ഓപ്പൺ. മനസ്സിൽ പോകുന്ന ഓരോ തോട്ടും പുള്ളി എക്സ്പ്രസ് ചെയ്യും. അത് വോക്കലി ആണെങ്കിലും അല്ലെങ്കിൽ ഫേസ്, ബോഡി എല്ലാം യൂസ് ചെയ്യും. ശ്യാം സർ ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ഹീസ് ലൈക്ക് മഹേന്ദ്ര സർ എക്സ്പ്ലോഡ് ചെയ്യാണ്, ശ്യാം സർ ഇംപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം ഉള്ളിലാണ് സംഭവിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് തുടങ്ങിയ ഫസ്റ്റ് ഡേ വാസ് എ സീൻ വിത്ത് ലൈക്ക് ബോത്ത് ഓഫ് us ആൻഡ് ശ്യാം സർ മറ്റേ കേവിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ച് പുള്ളി അഭിനയിക്കുന്നൊന്നും ഇല്ലല്ലോ എന്നുള്ള, ഇങ്ങനെ വെറുതെ നടക്കുകയാണോ എന്ന് തോന്നി. സെക്കൻഡ് ഡേ വന്നപ്പോഴും ഒന്നും ചെയ്യുന്നില്ല, തേർഡ് ഡേ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ പതുക്കെ മനസ്സിലായി അവിടെ എന്തോ കാര്യമായ പരിപാടി നടക്കുന്നുണ്ട്, ആർക്കും മനസ്സിലാവാത്തതാണ്. അതായത് സംതിങ് ഐ ഹേർഡ് അബൌട്ട്, ഏതോ ബുക്കിലോ മറ്റോ വായിച്ചതാണ്, ദാറ്റ് ലൈക്ക് ഇഫ് 2 people are acting and you know it looks like they're acting for a third person, then they're doing bad acting. You know, ഈ ശ്യാം സർ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഇസ് സോ നാച്ചുറൽ. ആൻഡ് ക്യാമറയിൽ വന്നു കഴിയുമ്പോൾ എസ്പെഷ്യലി ബിക്കോസ് രാജുവേട്ടൻ ഷൂട്ടിങ് ഇറ്റ് ആൻഡ് പ്രസന്ന സർ ഹാസ് വർക്ക്ഡ് വിത്ത് ശ്യാം സർ ബിഫോർ, ഇതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം. ഇത് ഫിലിമിൽ വന്നു കഴിയുമ്പോൾ എവറി ടൈനി തിങ് ദാറ്റ് ഹി ഓൾമോസ്റ്റ് ഡിഡ് നോട്ട് ഡു, വിസിബിൾ പോലും അല്ല ടു ആർ ഐസ്, ഇസ് സോ പവർഫുൾ ഓൺ സ്ക്രീൻ ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഈ രണ്ടുപേരും പോളാർ ഓപ്പോസിറ്റ്സാ, characters also, and I think as people also, and as actors. I think for me both of them, really I feel like I have taken away things from both of them. With Pereira, with him he's been doing this for അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആണ്, കുറേ പടങ്ങൾ ചെയ്ത ഒരാളാണ്. പക്ഷേ he is coming
ടു ദ സെറ്റ് ലൈക്ക് കം ലെറ്റ്സ് മേക്ക് ദിസ് അങ്ങനെയാണ് വരുന്നത്. എല്ലാ ദിവസവും സെറ്റിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് വൺ ഗഷ് കംസ്, ലൈക്ക് ഹി കംസ് വിത്ത് ദാറ്റ് സോർട്ട് ഓഫ് എനർജി, ദാറ്റ് സോർട്ട് ഓഫ് എക്സൈറ്റ്മെൻറ്റ്. സോ ഫോർ മീ ദാറ്റ്സ് ലൈക്ക് സോ നൈസ് ടു സീ ദാറ്റ് ഇത്രയും കാലം ലൈക്ക് എനിക്ക് അങ്ങനെ എൻ്റെ ജോലി അത്ര ഇഷ്ടമാണ്. ഐ കീപ് തിങ്കിങ് I hope I have this kind of love for it always. And I saw him do it. Like I saw him come with that much love for it. And I hope that I take that from him for life. With Shyam sir, ഇതേ പറഞ്ഞ പോലെ he is so like സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യും അത്. ആൻഡ് ലൈക്ക് ദ വേ ഹി കെയിം ഇൻ ടു ദ ഫിലിം ഈസ് ഈ സിനിമ നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ പ്രസന്ന സാറിൻ്റെ പടം നടക്കുന്നത് ആ നാട്ടിൽ മുഴുവൻ വലിയൊരു സംഭവമാണ്. അപ്പോൾ അത് അറിഞ്ഞ് ഹി റോട്ട് ടു പ്രസന്ന സാർ ആൻഡ് സെഡ് ഐ ക്യാൻ ഡ്രൈവ് നൗ, ഈവൻ ഇഫ് യു വാണ്ട് എ പ്രൊഡക്ഷനിൽ ഡ്രൈവറായിട്ട് വേണമെങ്കിലും ഞാൻ പടത്തിന് വരും. സോ പ്രസന്ന സർ സെഡ് ഈ പടത്തിലൊരു ഡ്രൈവറിൻ്റെ റോളുണ്ട്, അതിന് വന്ന് ഓഡിഷൻ ചെയ്യാൻ വന്ന് അങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത് ശ്യാം സാറിനെ. സോ ഫോർ മീ ദാറ്റ് ഈസ് വാട്ട് ലൈക്ക് ഇപ്പം നാളെ എനിക്ക് സിനിമയില്ലെങ്കിൽ ഐ വിൽ ഡു എനിത്തിങ് ദാറ്റ് ഐ ക്യാൻ ഫോർ ഫിലിംസ്, ഫോർ സിനിമ, ബിക്കോസ് അത്രയും സിനിമയോട് ഇഷ്ടമുണ്ട്. ആൻഡ് ദാറ്റ്സ് ദ സ്പേസ് ലൈക്ക് സോ ദീസ് ടു പീപ്പിൾ ദാറ്റ് വാസ് ദി എനർജി ഓൺ സെറ്റ്. ദർ വാസ് എവറി ഡേ സംതിങ് ഫോർ അസ്. അല്ല, എനിക്ക് അതിശയം തോന്നിയത് കാസ്റ്റിംഗ് വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു, ബിക്കോസ് അധികം പേരില്ലല്ലോ അല്ലെങ്കിൽ തന്നെ. അതിനകത്ത് കുക്ക് അദ്ദേഹത്തിന്റെ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ പാടുന്ന കക്ഷി, എല്ലാ ക്യാരക്ടേഴ്സും നമ്മുടെ മനസ്സിനിങ്ങനെ ഇഷ്ടമാണ്. ഇൻഫാക്ട് ആ ലേഡി ഹു ഈസ് ക്രൈയിങ് ഓൾസോ ഓവർ ഹർ ഹസ്ബൻഡ്, അപ്പൊ അതും എല്ലാം വളരെ മനോഹരമായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പെർഫോമൻസസ് വേർ even the kids and all, like കുട്ടികളെ കാണുന്നത് അതിലൊക്കെ ഒരു കഥയുണ്ടല്ലോ. അതിലൊരു കഥയുണ്ട്, അവര് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദം, അതിലൊരു ചെറിയ സ്റ്റോറി ഉണ്ട്. അവർക്കും ആക്ച്വലി പാരഡൈസ് ആണ്. ഇവർ ആദ്യം ഈ ടൂറിസ്റ്റ് ജീപ്പിൽ വരുമ്പോൾ പിന്നെ അതിന്റെ അർത്ഥം അവർക്കും മാറുന്നു. പിന്നെ ഐ തിങ്ക് പ്രസന്ന സാറിന്റെ ഒരു like he is the most celebrated filmmaker in Sri Lanka. അപ്പോൾ there is probably that privilege also that പുള്ളിക്ക് ഒരു ആക്ടറിനെ ആവശ്യമുള്ളപ്പോൾ ഒരു ഓഡിഷൻ കോൾ വല്ലതും ഇടുമ്പം he will get to pick from the best of the lot. ഇപ്പോൾ ഈ കുക്ക് എന്ന് പറഞ്ഞ ആൾ ഇഷാം ഷംസുദ്ദീൻ, ഐ തിങ്ക് ഇഫ് ഐ എം നോട്ട് റോങ് ഇറ്റ്സ് ഹിസ് ഫസ്റ്റ് ഫിലിം. ഒരു ഫ്രഷ് ആക്ടറിനെ സെലക്ട് ചെയ്തതാണ്. സുമിത് ലങ്കു ദി അതർ പേഴ്സൺ, ദ പേഴ്സൺ ഹൂസ് അല്ല ഇഷാം ഇസ് ദ വൺ ഹൂസ് സിംഗിങ്. സുമിത് ഇസ് ദ പേഴ്സൺ, ദ കെയർ ടേക്കർ ഓഫ് ദ ഹൗസ്. സുമിത് അവിടുത്തെ ഒരു TV സ്റ്റാർ ഒക്കെയാണ്, ഒരുപാട് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇഷാം വാസ് ന്യൂ ഫസ്റ്റ് പടമാണോ? ഞാൻ അത് ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഇറ്റ്സ് ഹിസ് ഫസ്റ്റ്. ഐ തിങ്ക് ഇഫ് ഐ ആം റിമെമ്പറിംഗ് കറക്റ്റ്ലി ഫസ്റ്റ് പടമാണ്. അപ്പോൾ ഇവര് ഓഡിഷൻ ചെയ്ത് പിക്ക് ചെയ്തെടുക്കുന്നത് അത്രയും കെയർഫുള്ളി ആൻഡ് ദേ ഗെറ്റ് ടു പിക്ക് ഫ്രം ദ ബെസ്റ്റ് ഐ തിങ്ക്. പിന്നെ നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാറും കൂടി ഉണ്ടായിരുന്നല്ലോ, Rajiv Ravi. I think you had an experience. Have you worked? Have you worked before? Yeah. Both I did Mutho and she did Turmugam. And how was the experience in a different setup? Yeah. He's a favorite. I think he's a favorite for everyone here. അദ്ദേഹത്തിന്റെ ഒരു ഇൻപുട്ട് ഈ ഒരു സിനിമ എങ്ങനെയാണ് മാറ്റിയത്? And what do you feel about it? ഒരു അകത്ത് നിൽക്കുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവ്. ഒന്നാമത് പ്രസന്ന സാറും രാജുവേട്ടനുമായിട്ട് ഭയങ്കര നല്ലൊരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അവർക്ക് സംസാരിക്കുകയേ വേണ്ട. ആൻഡ് രാജുവേട്ടൻ പ്രസന്ന സാറിന്റെ ഇതിന് മുമ്പത്തെ പടം ഷൂട്ട് ചെയ്ത രാജുവേട്ടൻ തന്നെയാണ്. ഫിലിം കോൾ ഗാഡി, ചിൽഡ്രൻ ഓഫ് ദ സൺ. അപ്പോൾ ഈ ദ ഫാക്ട് ദാറ്റ് ദെയർ കമ്മ്യൂണിക്കേഷൻ ഇസ് ഓൾമോസ്റ്റ് നോൺ വെർബൽ സ്പീഡ്സ് തിങ്സ് അപ്പ്. ആൻഡ് തമ്മിൽ അവർക്ക് പറയാതെ മനസ്സിലാവും പ്രസന്ന സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെ ക്യാപ്ചർ ചെയ്യേണ്ടതെന്ന്. പിന്നെ രാജുവേട്ടൻ ഐ തിങ്ക് ഓൾസോ ബിക്കോസ് ഈസ് എ മേക്കർ, ഇപ്പോൾ ആക്ടേഴ്സിൻ്റെ ഇമ്പൾസൊക്കെ ക്യാച്ച് ചെയ്യാൻ ഭയങ്കര ഹീസ് വെരി ഷാർപ്പ് വിത്ത് ദാറ്റ്. അപ്പോൾ നമ്മളൊരു ചെറിയ സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ കവർ ചെയ്യാവുന്ന ഒരു ഷോട്ട് രാജുവേട്ടൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ബൈ ദ ടൈം നമ്മളത് ആലോചിച്ച് വരുമ്പോഴത്തേക്കിനും ഇപ്പുറത്തെ ഷോട്ട് റെഡിയാണ്. And I literally felt that police station scene like there was a point when ഞങ്ങൾ ചെറുതായിട്ട് ഇംപ്രവൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ my body is leaning towards അവിടെ ഒരു ബെഞ്ച് ഉണ്ട്, ആ സൈഡിൽ പോയി ഇരിക്കണം എന്നുണ്ട് എനിക്ക്. പക്ഷേ സീനിൽ അതില്ല. ആൻഡ് ഇവരൊക്കെ കൂടെ വന്ന് നിൽക്കുകയാണ്. ഇതിവിടെ സംസാരത്തിൽ തീരേണ്ട ഡയലോഗ്. ഞാൻ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ഔട്ടായി ആ എനർജി അലമ്പായി പോകുമെന്ന് വിചാരിച്ച് ഞാനത് ചെയ്തില്ല. പക്ഷെ ഇത് റിഹേഴ്സലായിരുന്നു, വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അപ്പോൾ നമുക്ക് ആസ് ആക്ടേഴ്സ് ചിലപ്പോൾ നമ്മളെ തന്നെ ബ്ലോക്ക് ചെയ്യും. ഇമ്മീഡിയറ്റ്ലി അത് നമ്മൾ റിഗ്രറ്റ് ചെയ്യും. പക്ഷെ അത് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ അത് വർക്കാണെന്ന്. അത് ഞാനത് ചെയ്യേണ്ടതായിരുന്നു എന്ന് ആലോചിച്ചിരുന്നപ്പോഴത്തേക്കും രാജുവേട്ടൻ ആ ബെഞ്ചിന്റെ സൈഡിലുണ്ട്, കൈ ഇങ്ങനെ പിടിച്ചോണ്ട് ഇവിടെ വന്നിരുന്നാലോ. ഞാൻ ഈ ബുസാൻ ഇതിന് ഞാൻ പടം ഫസ്റ്റ് കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള രാജുവേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇറ്റ് ഫീൽസ് ലൈക്ക് നമുക്ക് ഇതേപോലെ
ഒരു തോട്ടൊക്കെ വരും ചിലപ്പോൾ ആസ് എൻ ആക്ടർ പുതിയതായിട്ട്. ഐ ഫീൽ ലൈക്ക് നൺ ഓഫ് ദീസ് തോട്ട്സ് ഗെറ്റ് മിസ്ഡ് വെൻ രാജീവേട്ടൻ ഇസ് ഷൂട്ടിങ് യു. ഇറ്റ്സ് ഓൾ ദെയർ ആൻഡ് വെൻ യു വാച്ച് ആൻഡ് ദാറ്റ്സ് നോട്ട് ഓൾവേസ് ദ കേസ്. നമ്മൾ പടം കാണുമ്പോൾ ചിലപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പക്ഷെ അത് പോയെന്ന് തോന്നും, അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ആയില്ലല്ലോ സ്ക്രീനിലേക്ക്. എനിക്ക് സിനിമറ്റോഗ്രഫീനെ പറ്റി ഒന്നും അറിയില്ല, പക്ഷേ ഇത് ഞാൻ എപ്പോഴും രാജീവേട്ടൻ്റെ ഇതാവുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഐ എം ട്രാവലിംഗ് വെരി ക്ലോസ്ലി വിത്ത് ദ ക്യാരക്ടർ. അപ്പോൾ ഞാൻ സിനിമ കഴിഞ്ഞ ഉടനെ ഞാൻ രാജീവേട്ടന് വലിയ ഇമോഷണൽ ആയിട്ടൊക്കെ ഐ ഫീൽ ലൈക്ക് എവറി തോട്ട് ഓഫ് ആൻ ആക്ടർ യു ക്യാച്ച്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ ഹി സെഡ് യാ ദാറ്റ്സ് മൈ ജോബ്. സോ യാ വെൽ ഓക്കെ ഫൈൻ, ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ദർശനയ്ക്ക് ആ മൊമെന്റ് എപ്പോഴായിരുന്നു ലൈക്ക് ഹിസ് നോ ദിസ് ഇസ് ബ്യൂട്ടിഫുൾ ബിക്കോസ് നൗ ഐ അണ്ടർസ്റ്റാൻഡ് വൈ that shot stuck with me. അത് നമുക്ക് ആസ് എൻ ആക്ടർ ഐ ഫീൽ ലൈക്ക് ഐ എം നെവർ റെസ്ട്രിക്റ്റഡ്, എങ്ങോട്ട് വേണമെങ്കിലും പോവാം, പുള്ളി കൂടെ വരും, അങ്ങനത്തെ ഒരു ഫീലിംഗ് തോന്നും. കുറെ ഭയങ്കര ലിബറേറ്റഡ് ആണ് രാജുവേട്ടൻ. പിന്നെ ഭയങ്കര ലൈറ്റാ, ഹി ഈസ് വെരി ലൈക്ക് ഈസി അബൌട്ട് shoot. He likes doing it, he comes to work, he finishes it, it's over. ഞാൻ കേട്ടിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ചൂടാവുന്നൊക്കെ. ട്രോൾ ചെയ്യും, ഐ മീൻസ് കളിയാക്കും, നല്ല കളിയാക്കും എന്നെ. മറ്റേ ഈ സാമ്പാർ ഡിയറിനെ ബേസിക്കലി നമ്മൾ കാണുന്നില്ലല്ലോ, മീൻസ് VFX ആണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സാമ്പാർ ഡിയറിൻ്റെ ഒരു ഇമോഷനും എക്സ്പ്രഷനും എല്ലാം ഞങ്ങൾ ഇടണം. എനിക്കാണെങ്കിൽ കുറേ ഉണ്ട് ഈ സാമ്പാർ ഡിയറിൻ്റെ പിന്നാലെ ഓടണം, സാമ്പാർ ഡിയറും ഇല്ല, കുറേ കാട്ടിക്കൂടെ നമ്മൾ ഹാ ഹാ എന്നൊക്കെ പറഞ്ഞ് നടക്കണം. അപ്പോൾ ഏതോ ഒരു ഷോട്ടിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ഞാൻ സാമ്പാർ ഡിയറിനെ കണ്ട് ഞെട്ടി ബ്യൂട്ടിഫുൾ മൂമെൻ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ഇത് കുറച്ച്. എന്നിട്ട് അപ്പൊ ഇവനോടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യമൊക്കെ, അപ്പൊ അവന്റെ അടുത്ത് ഇറങ്ങി പോകുന്ന സീനായിരിക്കും അല്ലേ? അതിന്റെ മുമ്പെങ്ങാണ്ടാണ് അതാന്ന് ഇത് കണ്ടിട്ട് എല്ലാം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ആയിരിക്കും. അപ്പൊ ഞാൻ ഇവന് അത് ഷോട്ട് കഴിഞ്ഞ ഉടനെ ഇവൻ വന്നപ്പോ ഐ വാസ് ലൈക്ക് എനിക്ക് തോന്നുന്നു ആ ഷോട്ട് കുറച്ച് ഓവറായിരുന്നു. എനിക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും തോന്നുന്നെന്ന് പറഞ്ഞപ്പോ പുള്ളി പെട്ടെന്ന് ക്രോസ് ചെയ്തിട്ട് ഏതാ അപ്പോൾ ഞാൻ അല്ല ഇപ്പം ചെയ്ത ഷോട്ട് ഇല്ല അത് കുറച്ച് ബോറായിരുന്നു, ഈ ഷോട്ട് കഴിഞ്ഞിട്ട് ഇപ്പം പറഞ്ഞിട്ട് എന്താ കാര്യം. അപ്പോൾ പക്ഷെ അങ്ങനെ പറയാനും അങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയൺമെന്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈ കാറിനുള്ളിൽ സീക്വൻസസ് ഉണ്ടല്ലോ ഒരുപാട്. സോ രാജുവേട്ടൻ ഇവിടുന്ന് ഒരു ഭയങ്കര ചെറിയൊരു മിനിമൽ ടീമും കൊണ്ടാണ് പോയത്, ബാക്കി ക്രൂ മൊത്തം അവിടുത്തെ ആരായിരുന്നു, സിനിമറ്റോഗ്രഫി ടീമും എല്ലാ ഡിപ്പാർട്ട്മെന്റും. ഇവിടുന്ന് പോയ ക്രൂവിൽ 1 person കോൾ ചന്ദ്രകാന്ത് മാധവ്. ചന്ദ്രനും ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് DOP ഒരു 1-2 പടമൊക്കെ ചന്ദ്രൻ്റെ വന്നിട്ടുണ്ട്. പിന്നെ അയ്യപ്പൻ, നിതിൻ, ഇവർ രണ്ടുപേരും പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ചെറിയ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇവർ കുറച്ച് കാറിനുള്ളിലും ഭയങ്കര രസമായിട്ട് ഇവർ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. ഷോർട്സ് വെച്ചിരിക്കുന്നത്, സ്ലൈഡേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ യൂഷ്വലി ഒരു കാറിനുള്ളിൽ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിരിക്കും അൺലെസ് യു കാറൊക്കെ പൊളിച്ചിട്ട് ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റുഡിയോ ഇതെല്ലാം നമ്മൾ ശരിക്കും റോഡിലിട്ട് ഓടിച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്കിലും ആ ഷോർട്സിൽ ഡൈവേഴ്സിറ്റി ഉണ്ടാവുക, ഓരോ മൊമെൻറ്റും ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ അത് പ്ലാൻ ചെയ്യാനൊക്കെ പറ്റുന്നത് ഇവരെല്ലാവരും ഒരുമിച്ച്. ചന്ദ്രനൊക്കെ എഞ്ചിനീയറാണ്, സോ ദെയർ എഞ്ചിനീയറിംഗ് ഇംപ്രവൈസ്ഡ് റിഗ്സ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പർട്ടിക്കുലർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് പണിയാൻ പറ്റും. അപ്പോൾ കാർ നിർത്തിയിട്ടിട്ട് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പണിയാണ് ഇതിൻ്റെ പുറത്ത്. വെരി നൈസ് പ്രോസസ്. ആൻഡ് ദ രാമായണം റെഫറൻസ് അത് ശരിക്കും എന്നെ കുറച്ച് ചിന്തിപ്പിച്ചാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വേർ പല വേർഷൻസ് ഓഫ് രാമായണം എക്സിസ്റ്റ് all around the world, especially in Southeast Asia. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഞാൻ തന്നെ വിചാരിക്കായിരുന്നു ഇപ്പം നമ്മുടെ ഈ ഒരു രാജ്യത്ത് നിന്ന്, കേരളത്തിൽ നിന്ന് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ രാമായണത്തിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എങ്ങനെ മാറും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടോ വിത്ത് ദ ഡയറക്ടർ? കാരണം ശ്രീലങ്കൻ വേർഷൻ ഓഫ് രാമായണം കുഡ് ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇറ്റ് ഈസ് അവരുടേത് രാവണന്റെ പെർസ്പെക്റ്റീവ് ആണ്. അതെങ്ങനെയാണ് ഡിഫറെന്റ്? ടെൽ us about it. I think ഇതിനെപ്പറ്റി ഡിസ്കഷൻസ് അധികം ഉണ്ടാവാതിരുന്നത് വാസ് പ്രോബബ്ലി ഓൾസോ ബിക്കോസ് ഇറ്റ് ഈസ് അതൊരു റൈറ്റിംഗ് ലെയറാണ് ആക്ച്വലി. നമ്മൾ സാർ എഴുതി വെച്ചിരിക്കുന്ന ഈ ക്യാരക്ടേഴ്സ് അവരുടെ കഥയ്ക്കും ഒരു പാരലൽ ലെയർ ഇതിൽ കണ്ടെത്താം എന്ന് പറഞ്ഞു. ആൻഡ് മോസ്റ്റ്ലി ഇത് സംസാരിക്കുന്നത് അമൃതയും ആൻഡ്രൂവും ഒക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റിയിട്ട് നമ്മൾ ഓവറായിട്ട് ഡിസ്കസ് ചെയ്തില്ല. ജസ്റ്റ് ഞാൻ വായിച്ചു പോയപ്പോൾ അത് കൊള്ളാമല്ലോ, അതിലൊരു ശരിയാ, ഇതിലൊരു പാരലൽ ഇങ്ങനെ ഉണ്ടല്ലേ. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുമ്പോൾ ദർ ആർ മെനി റീസൺസ് വൈ ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പാരലൽ ടു ഡ്രോ. ഈവൻ ഞാൻ പറഞ്ഞ പെർസ്പെക്റ്റീവ് ചേഞ്ച്, അവർ ലങ്കക്കാർക്ക് അവർ കാണുന്ന രാമായണം മൊത്തം ഇപ്പുറത്തെ ആംഗിളിൽ നിന്നാണ്, യുനോ. ആൻഡ് ഈ അതേ സാധനം ഇഫ് യു അപ്ലൈ ടു ദിസ് ഫിലിം, നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇതൊരു കൊളാബറേറ്റീവ് പ്രോജക്റ്റ്, നമ്മളൊരു പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറയുന്ന പോലെ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ് ആർ കൊളാബറേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ഇപ്പോഴത്തെ സിനാരിയോ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ ബിഗ് door of hope that Prasanna sir is opening
ഈ ഒരു ഇൻ്റർനാഷണൽ പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു, ഇന്ത്യൻ ക്രൂ ആയിട്ട് സാർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ സിനിമ അവിടെ മാത്രം റെസ്ട്രിക്റ്റഡ് ആവാതിരിക്കുന്നു. അപ്പോൾ എല്ലാത്തിനും ഐ തിങ്ക് ആൻഡ് ത്രൂ ഔട്ട് ദ ഫിലിം ദിസ് നാരറ്റീവ് റൺസ്. നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും ഒരു കഥ, ഇപ്പുറത്ത് വന്ന് നോക്കുമ്പോൾ ഒരു കഥ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു സംശയം തോന്നി, ഇനി ആൻഡ്രൂവിനെയാണോ രാവണനാക്കിയിരിക്കുന്നത്, കൊണ്ടുപോവാണോ എന്നൊക്കെ ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി അത് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകണോ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നടക്കുന്നുണ്ട്. കാരണം ഓൾറെഡി ആ റെഫറൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ പാരൽസ് ഡ്രോ ചെയ്യുവാണ് ആസ് എ വ്യൂവർ. സോ ദാറ്റ് കീപ്സ് us engaged also and curious also. പിന്നെ ഒരു കാര്യം, ഞാൻ സാറിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ, പ്രസന്ന സാറിൻ്റെ ഇൻ്റർവ്യൂ എവിടെയോ സാർ പറയുന്നുണ്ട് ദാറ്റ് ദിസ് മൂവി ഫോർ him is a mirror to himself and his country. അത് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ സിനിമ ഇസ് ആക്ച്വലി എവിടെ പ്ലേസ് ചെയ്താലും, യൂണിവേഴ്സലി എവിടെ പ്ലേസ് ചെയ്താലും ഒരു പക്ഷേ വർക്ക് ചെയ്യും. കാരണം ഈ ഒരു തരത്തിലുള്ള കോൺഫ്ലിക്ട്സ്, വെദർ ഇറ്റ് ഇസ് ടു ഡു വിത്ത് എൻവയറമെൻറ്റ്, ടൂറിസം ഓർ ദ കാസ്റ്റ് പോളിറ്റിക്സ് ഓർ പവർ പോളിറ്റിക്സ്, ഇതെല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലേ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഐ തിങ്ക് അതിൻ്റെ ചിലപ്പോൾ ഡീറ്റെയിലിംഗ് ഡെഫിനറ്റ്ലി മാറും. ബിക്കോസ് കോണ്ടെക്സ്റ്റ്, ശ്രീലങ്ക എന്നുള്ള കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതിനകത്ത് ഭയങ്കര സ്പെസിഫിക്, സാർ ശ്രീലങ്കക്കാരനായതുകൊണ്ടും ഇത്രയും പൊളിറ്റിക്കലി അവെയർ ആയതുകൊണ്ടും ഒക്കെ ദർ ആർ സ്പെസിഫിക്സ് ദാറ്റ് വി ഹാവ് ഗോൺ ഇൻ ടു. അത് വളരെ ചെറുതായിട്ട് പടത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ പക്ഷേ ശ്രീലങ്കയെ അടുത്തറിയാവുന്ന ഒരാൾക്ക് അതിനെല്ലാത്തിനും ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററി ഉണ്ടാവും. അതിനെല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോറി വിൽ ബി ഫോമിങ് ഇൻ ദെയർ ഹെഡ്. പക്ഷേ വാട്ട് യു സെഡ് ഇസ് ഓൾസോ റൈറ്റ്, ബിക്കോസ് വൺ ഓഫ് ദ ഫസ്റ്റ് തിങ്സ് പ്രസന്ന സാർ ടോൾഡ് മീ വെൻ വി ഡിസൈഡഡ് നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാമെന്ന് തീരുമാനിച്ചപ്പോൾ സാർ പറഞ്ഞത് ലെറ്റ്സ് എക്സ്പ്ലോർ ഹ്യൂമൻ ഇമോഷൻ ടുഗെദർ എന്നാണ്. അത് യൂണിവേഴ്സൽ ആണല്ലോ, അതെവിടെ വേണേലും കൊണ്ട് പ്ലേസ് ചെയ്യാം. ആൻഡ് ദിസ് മിറർ ടു ഹിംസെൽഫ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ദാറ്റ് യു ബ്രോട്ട് അപ്പ്, ബിക്കോസ് ഐ ഓൾവേസ് ഹാവ് എ സസ്പിഷൻ ദാറ്റ് കേശവ് ഇസ് പ്രസന്ന സർ ഫ്രം ദ പാസ്റ്റ്. He said that also in a couple of question answer sessions, whenever he said Keshav is me and maybe you, അങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. It's just about how deep you decide to look. അപ്പം ഒരു ശ്രീലങ്കൻ ഡയറക്ടർ എങ്ങനെയാണ് ഈ മലയാള ഡയലോഗ്സ് കൈകാര്യം ചെയ്തത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു? ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതിൽ എവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എംഫസിസ് കൊടുക്കണം, അങ്ങനത്തെ ഒരു ബാരിയർ എങ്ങനെയാണ് ഓവർകം? പ്രസന്ന സർ ആക്ച്വലി മലയാളത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല. സോ ഹി ഫുള്ളി ലെഫ്റ്റ് ദ ചോയ്സ് ടു അസ്. ഇതാണ് കണ്ടൻറ്റ്, അല്ലെങ്കിൽ ഇതാണ് തോട്ട്, ഇത് നിങ്ങൾക്ക് ഏത് ഭാഷയിൽ പറയണം. എനിക്കിപ്പോൾ കേശവൻ അമൃതയോട് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും മലയാളം ആയാലും ഓക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഏത് ഭാഷ നിങ്ങൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്യുന്നു എന്നുള്ള ചോയ്സ് നമുക്ക് തന്നു. അപ്പോൾ ഇറ്റ് ഫീൽസ് ഒരു മൾട്ടിലിംഗ്വൽ സിനിമയിൽ ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ഒരു ആക്ടർക്ക് അതിങ്ങനെ ഇട്ട് തരുന്നത്. അപ്പോൾ ആദ്യം നമ്മളതിനെ അങ്ങനെ വേണോ എന്ന് ചോദിക്കുമ്പോൾ സാറ് പറയുന്നത് ഐ ഡോണ്ട് നോ മലയാളം, യു ആർ എ മലയാളി ഹൂ കംസ് ഫ്രം ബോംബെ ആൻഡ് യുവർ വൈഫ് ഇസ് മലയാളി, യു ഹാവ് ലിവ്ഡ് ഇൻ ബോംബെ ആസ് എ മലയാളി, സോ യു ഡു ഇറ്റ് എന്നാണ് സാർ പറയുന്നത്. അപ്പോൾ ബിക്കോസ് ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി, നമ്മൾ അതിനെപ്പറ്റി കുറച്ച് ആലോചിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിനകത്ത് ഭയങ്കരമായ പൊളിറ്റിക്സ് ഉണ്ട്. അതായത് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നിട്ട് ചേച്ചിക്ക് അറിയാത്ത ഒരു ലാംഗ്വേജിൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് കോൺഷ്യസ്ലി എങ്കിൽ ദർ ഇസ് പൊളിറ്റിക്സ് ഇൻ ദാറ്റ്. സിമിലർലി നമ്മൾ ചില സമയത്ത് ഒരു ലാംഗ്വേജ് അറിയാത്ത ഒരാളോട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളോട് ഇംഗ്ലീഷിൽ അയാളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ സംസാരിക്കുന്നതിൽ ദർ ഇസ് പൊളിറ്റിക്സ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളിലേക്ക് തോട്ട് പോയി ഫോർ മീ ഫോർ ദ ഫസ്റ്റ് ടൈം. ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് മൾട്ടിലിംഗ്വൽ പ്രോജക്റ്റ് ഐ എം വർക്കിംഗ് ഓൺ. ഞാൻ പോച്ചർ എന്ന് പറഞ്ഞൊരു സീരീസ് ചെയ്തതിനകത്ത് ദർ വാസ് ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആൻഡ് ബംഗാളി, ബട്ട് ഐ ഡിഡ്ന്റ് സ്പീക്ക് ഇൻ ബംഗാളി. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഓൾസോ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം, ബട്ട് ഹീ ഗോട്ട് എ ട്രാൻസ്ലേറ്റർ ആൻഡ് ഹീ യൂസ് ടു ഫോളോ മലയാളം ഡയലോഗ്സ് പറയുന്ന സമയത്ത് പുള്ളി പാരലലി ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഹീഡ് ഫോളോ ദ ലെങ്ത് ഓഫ് ഇറ്റ് ആൻഡ് ലൈക്ക് ഹീഡ് ഫോളോ ദി ഇമോഷൻ, ദി ഇൻറ്റനേഷൻ ആൻഡ് ഓൾ ദാറ്റ്, ആൻഡ് ദെൻ ഹി വുഡ് കം ആൻഡ് ആസ്ക്. അതെന്തോ ചെറിയായിട്ട് പാളി പോലെ പ്രശ്നം ജസ്റ്റ് ലൈക്ക് ഇല്ല നിങ്ങൾ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമ്പം ദിസ് രാജീവേട്ടൻ ബിഹൈൻഡ് ദി ക്യാമറ, രാജീവേട്ടനുമായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അല്ലാതെ ഇറ്റ് വാസ് ഫുള്ളി ഓൺ us ആൻഡ് ദർ ഇസ് ഓൺലി ലിറ്റിൽ മലയാളം ഇൻ ഇറ്റ്. കാരണം ഈ 1.5 മണിക്കൂർ നീളമുള്ള സിനിമയ്ക്കകത്ത് സിറ്റുവേഷണലി ലാംഗ്വേജ് മാറ്റും, ചുറ്റുമുള്ള ആൾക്കാരും മലയാളികളല്ല, അപ്പം അത്രേ സ്കോപ്പേ ഉള്ളൂ മലയാളത്തിന്. എങ്കിലും ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഓൾ ദീസ് തോട്ട്സ് ഹി സ്റ്റാർട്ടഡ് ഓഫ് ആൻഡ് ദാറ്റ് വാസ് ഗ്രേറ്റ് ഫോർ മീ, ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഇന്നത്തെ നമ്മുടെ റിയാലിറ്റിയിൽ, നമ്മുടെ സൊസൈറ്റിയിൽ ഒരു കഥ ഒരു ലാംഗ്വേജ് കൊണ്ട് മാത്രം റെസ്ട്രിക്റ്റ് ആവേണ്ട ആവശ്യമില്ല.
നമ്മളാരും ലൈഫ് മൊത്തം ഒരൊറ്റ ഭാഷ ഉപയോഗിച്ച് ജീവിച്ച് തീർക്കുന്നവരല്ല. ഇപ്പോൾ കൊച്ചി പോലത്തെ സിറ്റിയിൽ ഞാൻ താമസിക്കുന്ന എൻ്റെ അമ്മയും അപ്പനും ഒക്കെ ചങ്ങനാശ്ശേരിയിലാണ്. അവർ പോലും മലയാളം മാത്രം ഉപയോഗിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റില്ല ചങ്ങനാശ്ശേരിയിൽ ഇപ്പോൾ. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കഥകൾ മാത്രം ഒരു ലാംഗ്വേജിൽ ഒതുങ്ങിയിരിക്കുന്നു? അപ്പോൾ ഇപ്പോൾ അത് മാറി തുടങ്ങിയിട്ടുണ്ട്. തങ്കം പോലത്തെ ഒരു സിനിമയിൽ ദർ ഇസ് എ ക്യാരക്ടർ ഫ്രം സമൺ എൽസ്, സ്റ്റോറി ഹാപ്പൻസ് ഇൻ കോയമ്പത്തൂർ. ഒരുപാട് പടങ്ങളിൽ അത് മാറി വരുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിൽ ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് വിൽ ഓപ്പൺ അപ്പ് ഇസ് മാസീവ്. എനിക്ക് പെട്ടെന്ന് മഞ്ഞുമല്ലു ഓർമ്മ വന്നു. യാ എക്സാക്ട്ലി. അപ്പോൾ ഒത്തിരി സിനിമകൾ നമ്മളിപ്പോൾ അത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് യുനോ ഒരു പണ്ടൊക്കെ കുറച്ച് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കഥ നടക്കുന്നത് ഡൽഹിയിലായിരിക്കും പക്ഷേ കഥാപാത്രങ്ങളെല്ലാം മലയാളികൾ. ഇപ്പം അതിന് ഇന്നലെ ആരോ പറയുകയും ചെയ്തു, പാരഡൈസ് ശ്രീലങ്കയിൽ കൊണ്ടുപോയിട്ട് കഥ പറയാനായിട്ട് അവിടെ 30 മലയാളികളെ പ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നൗ ഐ തിങ്ക് എല്ലാവരും അറിയാത്ത ഭാഷയിലെ സിനിമകളൊക്കെ കാണുന്നുണ്ട്, സബ് ടൈറ്റിൽസ് എല്ലാവരും യൂസ്ഡായി. അപ്പോൾ ഇപ്പോൾ അത്രയും കൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യാൻ. ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ് സ്പേസ്. നിങ്ങളുടെ ബന്ധത്തിൽ വരുന്ന മാറ്റം, അതായത് തുടക്കത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അതിൽ നിന്ന് മാറുന്ന ഒരു ദാറ്റ് ഓൾസോ കൈൻഡ് ഓഫ് സ്പീക്സ് അബൌട്ട് ഹൗ നമ്മളൊരു മാരേജിലാണെങ്കിലും ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് നമ്മുടെ വാല്യൂസും നമ്മുടെ പെർസ്പെക്റ്റീവ്സ് ഓൺ ലൈഫ് കുഡ് ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ആൻഡ് ഗിവൻ ദ സിറ്റുവേഷൻസ് ഇറ്റ് ക്യാൻ ജസ്റ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ദ ഡൈനാമിക്സ് ഇൻ എ കപ്പിൾ, even though they would have been absolutely okay in the beginning. നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് ഓഫ് ദിസ് മൂവി? ഡിഡ് യു ഫീൽ ദാറ്റ് സ്ട്രെയിൻ കമ്മിങ് ഇൻ ബിക്കോസ് യു ആർ ഇൻ ദാറ്റ് ecosystem, so to say? For me it wasn't an easy character to play. അപ്പോൾ ഒരു പോയിന്റിനപ്പുറത്തേക്ക് നമ്മളിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ചില കാര്യങ്ങളെ ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഞാനല്ല എന്നുള്ളൊരു പോയിന്റിലേക്ക് കൺവിൻസിംഗ്ലി എത്തണം. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്കിലൂടെ ഒക്കെ പോകേണ്ടി വരും. പക്ഷേ ആൻഡ് ചില സമയത്ത് നമ്മുടെ ജോലിയുടെ ഭാഗമാണെങ്കിലും സം സോർട്ട് ഓഫ് ലൈക്ക് ഐ തിങ്ക് ലെഫ്റ്റ് ഓവർ വെയിറ്റ് റിമെയിൻസ് ആൻഡ് മോശം സ്പേസിലായിരിക്കും ചിലപ്പോൾ. അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും അത് തന്നെ ശരിയാവും. അപ്പോൾ എനിക്ക് ഈ പടത്തിൻ്റെ ഒരു ഫുൾ ജേർണി ഹാസ് ബീൻ ഇപ്പോൾ ഒരു 1.5 കൊല്ലമായി. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരിയിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് ടേക്കൺ മീ ദാറ്റ് എമൗണ്ട് ഓഫ് ടൈം ടു ഈ എക്സ്പീരിയൻസ് ശരിക്കും എന്തായിരുന്നെന്ന് മനസ്സിലാക്കാൻ. ഞാൻ IFFKയിലാണ് സിനിമ കാണുന്നത്. ബുസാനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, മാമിയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ IFFKയിൽ വന്ന് പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറേ കാര്യങ്ങൾ എനിക്ക് ആക്ച്വലി മനസ്സിലായത്. ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല പലതും. ആൻഡ് പ്രസന്ന സാർ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ യൂസ് ചെയ്തതും ഈ ക്യാരക്ടേഴ്സിനെ ഡിപ്പിക്റ്റ് ചെയ്തതും ത്രൂ ഈച്ച് ഷിഫ്റ്റ് ഓഫ് ദേഴ്സ്, അതൊക്കെ ശരിക്കും കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ എവറിത്തിങ് വാസ് വർത്ത് ഇറ്റ് എന്നുള്ളൊരു തോന്നലൊക്കെ അപ്പോഴാണ് വരുന്നത്. അല്ലാതെ ഷൂട്ടിങ് ഇറ്റ് വാസ് എ ഡിഫിക്കൾട്ട് എക്സ്പീരിയൻസ്. പക്ഷേ അത് എൻ്റെ ഉള്ളിൽ മാത്രം നിന്നൊരു സാധനം. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് എഫക്റ്റഡ് മൈ റിലേഷൻഷിപ്പ് വിത്ത് എനിബഡി എൽസ്, വിത്ത് സർ ഓർ വിത്ത് രാജീവേട്ടൻ ഓർ വിത്ത് ഹെർ. അത് ഐ കെയിം ബാക്ക് ഫ്രം ശ്രീലങ്ക ഹാപ്പി. ഒരു നല്ല ടീമിൻ്റെ കൂടെ നല്ലൊരു ഷൂട്ട് ചെയ്തു. എന്തോ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു, പക്ഷേ അതൊക്കെ നമ്മുടെ പ്രശ്നമാണ്. അങ്ങനെയാണ് എനിക്കെല്ലാം എൻ്റെ മാത്രം പ്രശ്നമായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഇറ്റ് ഡിഡ്ന്റ് എഫക്ട് എനിവൺ എൽസ്. ദർശനയ്ക്ക് ഭയങ്കര ഇൻറ്റൻസ് അല്ലേ? കാരണം അത് ഭയങ്കര ഇൻവോൾവ് ആണ്, പുറത്ത് വരുന്നില്ല. ആൻഡ് അത് ആ ഒരു അതിലേക്കൊക്കെ എത്താൻ നമ്മൾ ഇത് പറഞ്ഞ പോലെ ഭയങ്കര ട്രിഗർ ആവുമ്പോൾ നമ്മൾ എത്തുന്ന ഒരു ലൈക്ക് അറിയാതെ എത്തുന്ന സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ അത് നോയിങ്ലി ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു ഗിയർ ഷിഫ്റ്റ് എവിടെ നിന്നാണ് കിട്ടേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ നോർമലി ഒന്നും പറയാതെ പോയി നടക്കുന്ന ഒരു ക്യാരക്ടറിന് പെട്ടെന്ന് ഒരു ദിവസത്തെ ഷൂട്ടിൽ പെട്ടെന്ന് യു ഹാവ് ടു ഡു സംതിങ് എന്നുള്ളതിലേക്ക് ഇറ്റ് വാസ് എ ഡിഫിക്കൾട്ട് വൺ ഫോർ മീ ടു സഡൻലി ആക്സസ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദ മിനിറ്റ് ഇറ്റ് വാസ് ഓവർ, ഇറ്റ് വാസ് ഓവർ. സോ ഫോർ മീ ഇറ്റ് വാസ് എ വെരി ലൈക്ക് ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് ദി ഐഡിയൽ സെറ്റിംഗ്. ഒരു ആക്ടറിന് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും വർക്ക് ചെയ്യാനും പറ്റുന്ന ഒരു പെർഫെക്റ്റ് സെറ്റിംഗ് ആണ് ഈ പടം. ലൈക്ക് ദർ ഇസ് നത്തിങ് ഐ നീഡ് ടു വറി അബൌട്ട്. നമ്മളവിടെ പോയി നിന്നാൽ മതി, ബാക്കി എല്ലാം ഇസ് ടേക്കൺ കെയർ ഓഫ് സോ ബ്യൂട്ടിഫുള്ളി. യു ഹാവ് ഇൻക്രെഡിബിൾ കോ ആക്ടേഴ്സ്. എനിത്തിങ് വി ഗിവ് ഇസ് ബീങ് ക്യാപ്ചർഡ്. ദ ഡയറക്ടർ ഇസ് ഹോൾഡിങ് എവറിത്തിങ് ടുഗദർ സോ ബ്യൂട്ടിഫുള്ളി. ഇതിനെക്കാട്ടിലും നല്ലതൊന്നും ഇല്ല. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഒരു ബുദ്ധിമുട്ടൊക്കെ ലൈക്ക് ട്രൈ ചെയ്യാണ്ട് തന്നെ അത് അങ്ങനെ വരും, ഫ്ലോ ചെയ്യും ഇങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റിൽ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് സച്ച് എ ജോയ് ടു ബി പാർട്ട് ഓഫ് ദിസ്. എനിക്ക് ആ സ്ട്രെയിനോ ഇതൊന്നും ഈ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ ഉടനെ കഴിഞ്ഞു. തിരിച്ചു വരുമ്പോൾ ഐ എം ജസ്റ്റ് റിയലി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഗോട്ട് പുൾഡ് ഇൻ ടു ദിസ് ഫിലിം.
ആൻഡ് ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ന്യൂട്ടൺ സിനിമ അറ്റ് ദിസ് പോയിന്റ്. കാരണം അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഹാസ് ബീൻ അൺബിലീവബിൾ ടു നോട്ട് ജസ്റ്റ് അവർക്കൊരു വലിയ എന്താ പറയുക സൂപ്പർ സ്റ്റാർസ് ആൻഡ് യുനോ ഒരു കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യൽ സിനിമ അവർക്ക് എടുക്കാം, പക്ഷേ ദേ ചൂസ് ടു ബാക്ക് ഗുഡ് സിനിമ ആൻഡ് ദാറ്റ്സ് എ ചോയ്സ് ദേ കോൺഷ്യസ്ലി മേക്ക്. ഇതിനു മുമ്പ് ഫാമിലി അല്ലേ, ആൻഡ് ദേ ഹാവ് ഓൾസോ ഡൺ എ ഫ്യൂ. Tell us about this banner and അവരുടെ ഈ ഒരു ഈഥോസ് ഉണ്ടല്ലോ, ഒരു പ്രിൻസിപ്പൽ, അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ വിത്ത് ദ പ്രൊഡ്യൂസേഴ്സ്? It's come up in The conversation. Chittila Police rather. Yeah, we've been talking about it, I think, more over the course of ഈ പടം നടക്കുന്നത് തന്നെ because people like this are, you know, out there. ഇങ്ങനത്തെ പ്രൊഡ്യൂസേഴ്സ് ഉള്ളതുകൊണ്ടാണല്ലോ. ആൻഡ് നമുക്ക് ആസ് മച്ച് ആസ് വി ലൈക്ക് ബീങ് പാർട്ട് ഓഫ് എ റിയലി എനിക്കിപ്പോൾ ഒരു കമേഴ്ഷ്യലി ലൈക്ക് ജയഹേ ഓർ ഹൃദയം പോലെ ചെയ്യുന്ന അത്രയും തന്നെ സന്തോഷം എനിക്ക് ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ട്. ആൻഡ് അത് ആസ് എൻ ആക്ടർ ഇറ്റ്സ് ലൈക്ക് എ നമുക്കൊരു പാലറ്റ് ഓഫ് ഇങ്ങനത്തെ പല പല സാധനങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആസ് എൻ ആക്ടറും വേറെ വേറെ വേൾഡ്സിലേക്ക് സ്വേ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പടം നടക്കുന്നു, ദ ഫിലിം ഇസ് ടേക്കിംഗ് ഓഫ് ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് തിങ്. അതൊന്നും അല്ലാണ്ട് ഇപ്പോഴത്തെ ഈ ഒരു റിലീസ്, ഇങ്ങനത്തെ രീതിയിലൊരു റിലീസ് കിട്ടുന്നത് ഇറ്റ്സ് only because it's a production house like Newton. And like we were talking about it and we were saying how it doesn't feel like ee padatinu venditalla. I mean, it is of course for this film, but it feels like a larger battle they are fighting. They want this is for the sake of cinema. This is so that there are more of these films happening. And adinu vendi അവർ എന്തും ചെയ്യും. And it's not coming out of unaware അല്ല, ഇവിടുത്തെ റിയാലിറ്റി ആയിട്ടൊന്നും റിമൂവ്ഡ് അല്ല. അവർക്ക് അറിയാം ഇതാണ് ഇവിടുത്തെ റിയാലിറ്റി. ബട്ട് ദേ ലൈക്ക് ലെറ്റ്സ് കീപ് ഇത് ഫൈറ്റ് ചെയ്താലല്ലേ നമുക്ക് എപ്പോഴെങ്കിലും ഒരു കാലത്ത് അത്രയും തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ സിനിമയ്ക്ക്. സോ ലെറ്റ്സ് ഗോ അഹെഡ് ആൻഡ് ഡു ഇറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇപ്പോൾ whether it's, you know, just making sure we are there for, we have the budgets for, you know, talking about the film in different platforms. We are reaching out in all ways possible. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. So like for me that's and I feel like that's a very noble, എന്താ പറയുക, big hearted, you know, and you don't come across many. They're really pushing the envelope. And you had something very interesting to say. No, I was thinking it's also, they're actually really smart. നമ്മൾ you know, on the surface നോക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ചില കൊമേഴ്ഷ്യൽ പടങ്ങളിലെക്കാളും വലിയ മാർക്കറ്റിംഗ് ബഡ്ജറ്റാണ് പാരഡൈസിൻ്റേത്. അതിലും കൂടുതൽ പബ്ലിസിറ്റി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു സിറ്റ് ബാക്ക് ആൻഡ് സേ എന്തൊരു മണ്ടത്തരമാണല്ലോ, പൈസ വെറുതെ കളയുന്നത്, ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒഴിവാക്കി വിടാൻ ഭയങ്കര എളുപ്പം. ബട്ട് ഐ ഫീൽ ലൈക്ക് ദേ ബീങ് റിയലി സ്മാർട്ട് അബൌട്ട് ഇറ്റ് ബിക്കോസ് ദേ നോ ദാറ്റ് ഇപ്പോൾ മലയാളത്തിലെ ഒരു ഓഡിയൻസിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക. മലയാളത്തിലെ ഓഡിയൻസ് ആണ് ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ കുറച്ച് നാളത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള പടങ്ങൾ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഇവിടെ ആവേശവും ഹിറ്റാണ്, ഇവിടെ ഭ്രമയോഗവും ഹിറ്റാണ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് മമ്മൂക്കയുടെ പടങ്ങൾ മാത്രം നോക്കിയാലും you know the diversity, അപ്പോൾ the diversity you see is incredible. ആട്ടം in that for that matter എന്തൊരു മനോഹരമായ സിനിമയാണ്. And അതിൻ്റെ ആട്ടത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് also done the same thing. They have backed that film like it was a major commercial blockbuster, you know. And I feel like Newton, Joy Movies ഒക്കെ പോലത്തെ പ്രൊഡക്ഷൻ ഹൗസസ് when they അവരിത് അറിഞ്ഞുകൊണ്ട് ഇൻറ്റൻഷനലി അവരിത് ചെയ്തു വരുമ്പോൾ ഇവൻച്വലി ഇറ്റ് വിൽ ബെയർ ഫ്രൂട്ട് ബിക്കോസ് വി ഹാവ് എൻ ഓഡിയൻസ് ദാറ്റ് ഇസ് ആക്ച്വലി വെരി ഇൻട്രസ്റ്റഡ് ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് സിനിമ and appreciates good cinema. ആൻഡ് ഈ പറയുന്ന പോലെ ഇപ്പം നമുക്ക് ലാംഗ്വേജും ഒന്നും ഒരു ബാരിയർ അല്ല. എവ്രിബഡി ഈസ് വാച്ചിങ് വേൾഡ് സിനിമ. എല്ലാവരുടെ കയ്യിലും എല്ലാ OTT സബ്സ്ക്രിപ്ഷൻസും ഉണ്ട്. എല്ലാവരും ടെലിഗ്രാമിൽ പടം കാണുന്നുണ്ട്. യുനോ എല്ലാ സീരീസും ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ലാംഗ്വേജും ജർമ്മനിൽ നമ്മൾ സീരീസ് കാണുന്നുണ്ട് അല്ലേ. മണി ഹൈസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ട്. സോ ഐ ഫീൽ ലൈക്ക് എല്ലാ ടൈപ്പ് കോണ്ടന്റും റിസീവ് ചെയ്യാനുള്ളൊരു ദാഹം ഇവിടുത്തെ ഓഡിയൻസിനുണ്ട്. And if Newton does not succeed with this particular project, I am sure that they will with the next one or the one after that. They're just pushing the way through. They're going into it, and I feel like, you know, they've decided that they're going to be brave about this. നമ്മൾ ഇതിലേക്ക് നമ്മുടെ മുഴുവൻ സപ്പോർട്ട് ഇടുകയാണ്. നമുക്ക് എല്ലാ റിട്ടേൺസും ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ സിനിമ ആസ് എ ഹോൾ, നോട്ട് ജസ്റ്റ് ഡൂയിങ് ഇറ്റ് ഫോർ പാരഡൈസ്. അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടുള്ള യുനോ ഈ പുറത്തുള്ള പ്രൊഡക്ഷൻ ഹൗസസിനെയൊക്കെ ഇപ്പോൾ എവ്രിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് എ പ്രൊഡക്ഷൻ ഹൗസ് കോൾഡ് A24. A24ൻ്റെ പടം ആയതുകൊണ്ട് മാത്രം സിനിമ കാണാൻ പോകും. അല്ലെങ്കിൽ ട്രെയിലർ കണ്ടാൽ ക്ലിക്ക് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ആരോ മലയാളത്തിലെ A24 എന്ന് പറഞ്ഞാൽ
അതെ, അത് ഭയങ്കര പൊളിയല്ലേ ഒരു പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടിയിട്ട് ഒരു പടം അല്ലെങ്കിൽ നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത്. അത് അങ്ങനെ ഒരു ക്ലിയർ വിഷൻ ഒക്കെ ഉള്ളപ്പോഴേ നടക്കുള്ളൂ. ഐ ഫീൽ ലൈക്ക് ന്യൂട്ടൺ ഹാസ് ദാറ്റ്. ഞാൻ ഓഫ് ഹാൻഡ് ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ കാനിൽ നമ്മുടെ കനിയും ദിവ്യയൊക്കെ പോകുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ഒരു ദ വേൾഡ് ഇസ് ജസ്റ്റ് ലിറ്ററലി ഓപ്പൺഡ് അപ്പ് ആൻഡ് ദെൻ ഓൾ ദി ഐസ് ആർ ഓൺ മലയാളം സിനിമ, ദ പെർഫോമേഴ്സ്, ഇവിടുത്തെ ആക്ടേഴ്സും ഓഫ് കോഴ്സ് സ്പൈൽ ഇസ് നോട്ട് ഫ്രം കേരള, ബട്ട് അങ്ങനത്തെ ഒരു ലൈം ലൈറ്റ് ഇന്ന് നമ്മുടെ മുകളിലുണ്ട്. മലയാളം സിനിമയും ഇവിടുത്തെ ആക്ടേഴ്സിൻ്റെ മുകളിലുണ്ട്, എസ്പെഷ്യലി പാൻ India. This is there, this focus is there. How do you feel about this phase as actors within the industry? ഈ പറഞ്ഞപ്പോൾ കനി ദിവ്യ ഇതൊക്കെ വെരി ക്ലോസ് ഫ്രണ്ട്സ്. എനിക്കെപ്പോഴും ഇറ്റ് ഈസ് ഇൻസ്പിറേഷൻ ഓർ ഇറ്റ് ഗിവ്സ് മീ ഹോപ്പ് ഇൻ സം വേ ദാറ്റ് നമ്മൾ നമ്മുടെ വർക്കിൽ ഫോക്കസ് ചെയ്ത് നിന്നാൽ ഗുഡ് പ്രോജക്ട്സ് വിൽ കം, ഗുഡ് വർക്ക് വിൽ കം ആൻഡ് ദ കൈൻഡ് ഓഫ് സക്സസ് ദാറ്റ് യു ഡിസേർവ് വിൽ കം ടു യു എന്നുള്ളത്. എനിക്കിപ്പോൾ ദർശനയുടെ ജയഹേ കണ്ടപ്പോഴും എനിക്കത് തന്നെ തോന്നി. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സക്സസ്. അപ്പോൾ ഫോർ മീ ടു സീ, ഞാൻ മറ്റേ ഇത്രയും കൊല്ലം മുമ്പ് ചെന്നൈയിൽ ഏതോ സ്റ്റേജിൽ കണ്ട ആക്ടർ ഹു ഐ തോട്ട് വാസ് അന്ന് അടിപൊളി ആക്ടറാണല്ലോ എന്ന് വിചാരിച്ച് ലേറ്റർ ഷീസ് ബിക്കം ഫ്രണ്ട് ആൻഡ് ഷീ സ്റ്റേഡ് എ ഫ്രണ്ട് ഫോർ ദിസ് ലോങ്. അങ്ങനെ ഒരാൾ പെർഫോം ചെയ്യുന്ന ഒരു സീനിൽ ഒരു തിയേറ്റർ മൊത്തം ഇറപ്റ്റ് ചെയ്യുന്നത് കാണുന്നതിനകത്തൊരു മാജിക് ഉണ്ട്. ആൻഡ് സം പവർ ടു ദാറ്റ്. സിമിലർലി വാട്ട് ഹാപ്പൻ ടു കനി ആൻഡ് ദിവ്യ. സിമിലർലി ലൈക്ക് രാജേഷ് മാധവൻ്റെ വലിയ ഫ്ലെക്സ്, ഞാനൊരു എയർപോർട്ടിൽ വന്നിറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ആലോ ഫ്ലൈവറിൽ വരുമ്പോൾ നിവർന്ന് നിൽക്കുന്ന രാജേഷ് മാധവൻ പ്രേമിച്ചുകൊണ്ട് മറ്റേ ഹാർട്ട് നിയോൺ ഹാർട്ടിനകത്ത്. ആൻഡ് ഐ ഫെൽറ്റ് സോ പ്രൗഡ് ആൻഡ് സോ ഹാപ്പി. And they're like breaking all conventions and making radical choices and succeeding. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ പോലൊക്കെ ഉള്ള ആൾക്കാർക്ക് ലൈക്ക് എന്നെ പോലൊക്കെ വർക്കിനെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ദർ ഓൾ ഇൻസ്പിറേഷൻ. ഓരോ വർക്ക് ചെയ്യുമ്പോഴും സഡൻലി ടു തിങ്ക് ദാറ്റ് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, എല്ലായിടത്തു നിന്നും കാണും. ഞാൻ പണ്ട് പറയാറുണ്ട്, ഞാൻ വേറൊരു വേൾഡിൽ നിന്ന് വരുന്ന മൈക്രോ ഫൈനാൻസിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ നേരത്തെ പടങ്ങൾ ചെയ്തു തുടങ്ങി. ബട്ട് ഇറ്റ്സ് ഓൺലി ആഫ്റ്റർ മെനി ഇയേഴ്സ് ദാറ്റ് ദ വേൾഡ് സ്റ്റാർട്ടഡ് ടു സീ, അപ്പാർട്ട് ഫ്രം ഫ്രണ്ട്സ് ഹു യൂസ് ടു ഗോ ആൻഡ് സീ തിങ്സ് ദാറ്റ് ഐ ഹവ് ഡൺ, ഓർ ഞാൻ കാശിന് വേണ്ടി പേരിടാതെ സിനിമ ലൈക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കുറേ കാലമുണ്ട്. അപ്പോൾ ഫോർ ഓൾ മൈ ഫ്രണ്ട്സ് ഹു ഫ്രം അനദർ വേൾഡ്, they just thought I'm doing എന്തോ അഭിനയിക്കുന്നു, എന്തോ ഒരു സാധനം. Today they are following my work and Malayalam cinema, not just my work, they are following every film that's coming out of Kerala. അപ്പോൾ സഡൻലി ഇതെല്ലാം ദിസ് ഇസ്, അപ്പോൾ സീ യു സൂൺ വരുമ്പോഴാണ് ഫഹദിൻ്റെ പടം കാണാൻ വേണ്ടിയിട്ട് ഇട്ടപ്പോൾ ദേ ദർശന. അപ്പോൾ അങ്ങനെ കണ്ടു തുടങ്ങി. ഇപ്പോൾ ലൈക്ക് ലിറ്ററലി എവറി ഫിലിം ദാറ്റ്സ് കമ്മിങ് ഔട്ട് ഇസ് ബീങ് കൺസ്യൂംഡ് ബൈ everybody, all sorts of people all around the world, and that's such a great feeling. Even നമ്മളിപ്പോൾ പുറത്ത് വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ് ആയതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ the kind of celebration there is for the kind of films that we are making, and how are you guys doing it is like, what is this, how can you make in 1 month itself these 5 films? That's not fair, that's the energy towards Malayalam cinema, and that's it's such a blessing that we get to be part of this industry. You know what, when I watched this movie, ഞാൻ ഒരു പ്രീകൺസീവ് നോഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിരുന്നില്ല. ഞാൻ വെറുതെ ഒരു മൂവി കിട്ടി അത് കാണുമായിരുന്നു. ഞാൻ അതിന് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഒരു വ്യൂവർ എന്ന നിലയ്ക്ക്, ഞാനൊരു ഫിലിം ക്രിട്ടിക്കൊന്നുമല്ല, ഞാനൊരു ബേസിക് ഓഡിയൻസാണ്, ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഐ റിയലി തിങ്ക് നമ്മുടെ ഓഡിയൻസ് പോയി ഈ സിനിമ കാണണം. അത് ഞാൻ വെറുതെ പറയല്ല, റോഷനും ദർശനം ഇരിക്കുന്നതുകൊണ്ടും ഒന്നുമല്ല. അത് അങ്ങനെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ഒരു ഓഡിയൻസ് എപ്പോഴും ഓഡിയൻസ് പാകമാണോ എന്ന് പറയും. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതൊരു ഭയങ്കര ഇൻവിഗറേറ്റിംഗ് ആയിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, എസ്പെഷ്യലി തിയേറ്ററിൽ. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ് ബോത്ത് ഓഫ് യു ആൻഡ് ഷെയറിങ് ഓൾ ദിസ് വിത്ത് ഓൾ ഓഫ് us, ആൻഡ് ഐ വിഷ് യു ഓൾ ദ വെരി വെരി ബെസ്റ്റ്, ആൻഡ് താങ്ക് യു ന്യൂട്ടൺ സിനിമ ഫോർ ഗെറ്റിംഗ് ദിസ് മൂവി across and making this movie for all of us. Thanks, and go and watch it, okay? Paradise.